മഹത്തായ വിഡ്ഢി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കുന്ന ഡിജിറ്റൽ ആസ്തികൾ എന്ന വിശേഷണമുള്ള ക്രിപ്റ്റോ കറൻസി ഇന്ത്യയും നിയമവിധേയമാക്കാൻ ആലോചിക്കുകയാണത്രേ. ഈ അടുത്ത കാലം വരെ ക്രിപ്റ്റോ കറൻസിക്ക് എതിരായിരുന്നു ഇന്ത്യ. അടുത്ത കാലം എന്നതിനേക്കാൾ അടുത്ത ദിവസം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കാരണം ഇക്കഴിഞ്ഞ ജനുവരി 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ വിപണി, ഡ്രോണുകൾ എന്നിവ രാജ്യത്തിന് പുതിയ വെല്ലുവിളി ഉയർത്തുന്നു. മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള ഭീഷണിക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്രവുമായി സഹകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട കൂട്ടത്തിലാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത്. മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും സംബന്ധിച്ച് ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അമിത്ഷാ. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഭീകരത ഇല്ലാതാക്കുന്നതിൽ സർക്കാർ വിജയിച്ചു എന്ന് പറഞ്ഞ അമിത്ഷാ ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ, ഡ്രോണുകൾ എന്നിവയുടെ ഉപയോഗം ഇന്നും തങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി തുടരുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2022 ജനുവരി 18 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്രിപ്റ്റോ കറൻസിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ക്രിപ്റ്റോ കറൻസി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ഡിജിറ്റൽ കറൻസികൾ സാമ്പത്തിക സ്ഥിരതയെ ബാധിച്ചേക്കാമെന്ന ഗുരുതര ആശങ്ക റിസർവ് ബാങ്കും പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെ 2022 ജൂൺ 30 ക്രിപ്റ്റോ കറൻസിക്കെതിരെ RBI കടുത്ത മുന്നറിയിപ്പ് നൽകി. ക്രിപ്റ്റോ കറൻസികൾ വൻ അപകടമാണെന്നും മൂല്യമുള്ള ഒന്നിൻ്റെയും അടിത്തറയില്ലാതെ പരിഷ്കൃതമായ പേരും പറഞ്ഞുണ്ടാക്കുന്ന വിലയെ അതിനുള്ളൂ എന്നുമാണ് അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞത്. ഈ മേഖലയിലെ വിദഗ്ധരിൽ നിന്നും ക്രിപ്റ്റോ വ്യാപാരം നടത്തുന്നവരിൽ നിന്നും അഭിപ്രായം തേടി ഇത് സംബന്ധിച്ച ആധികാരിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്നും 25ാമത് ധനകാര്യ സ്ഥിരത റിപ്പോർട്ട് പുറത്തുവിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. 2023 ഡിസംബറിൽ ബിനാൻസ്, കൂക്കോയിൻ എന്നിവയുൾപ്പെടുന്ന 9 ഓഫ്ഷോർ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് FIU കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. കൂടാതെ ഇവയെ വിലക്കി. ഇന്ത്യയിൽ URL ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യുമെന്ന് ഇലക്ട്രോണിക് ആൻഡ് IT മന്ത്രാലയത്തോട് FIU നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികൾക്ക് നിയമസാധുതയില്ലെങ്കിലും അവയ്ക്കെതിരെ പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതിനിടയിലാണ് ഇന്ത്യ ക്രിപ്റ്റോ കറൻസി നിയമവിധേയമാക്കുമെന്ന റിപ്പോർട്ടുകൾ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. 2025 ജനുവരി 11 അമിത്ഷാ പറഞ്ഞു വെച്ച ക്രിപ്റ്റോ പേടിക്കും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിനുമിടയിൽ ക്രിപ്റ്റോക്കുണ്ടായ ആകെ ഒരു മാറ്റമെന്ന് പറയുന്നത് മോദിയുടെ ആത്മമിത്രം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യയും സ്വന്തം പേരിൽ ക്രിപ്റ്റോ കറൻസി ഇറക്കി കുറെ പണം സമ്പാദിച്ചു എന്നത് മാത്രമാണ്. ജനുവരി 27 ഈ ആത്മമിത്രങ്ങൾ തമ്മിൽ ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് മറ്റൊരു കാര്യം. ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട കടുത്ത നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ലഘൂകരിക്കാൻ പോകുന്നെന്ന് പറയുന്ന റോയിട്ടേഴ്സ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്രിപ്റ്റോ അനുകൂല നിലപാടുകളാണ് കേന്ദ്രത്തിന്റെ നയംമാറ്റത്തിന് പിന്നിലെന്നും വ്യക്തമാക്കുന്നുണ്ട്. താൻ നാട്ടുകാരെ പറ്റിച്ച് പണമുണ്ടാക്കിയ പോലെ ഒരു ക്രിപ്റ്റോ ഇറക്കി പറ്റിക്കാൻ US-ലിരുന്ന് അങ്ങ് ഉപദേശിച്ചോ അതോ ക്രിപ്റ്റോക്ക് നിയമസാധുത നൽകിയില്ലെങ്കിൽ ചങ്ങാത്തം അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോ? എന്തുമാവാം. നോട്ട് നിരോധന തട്ടിപ്പിലൂടെ പണമുണ്ടാക്കിയ പാർട്ടിക്ക് മറ്റൊരു മുതൽ കൂട്ടാവാൻ ക്രിപ്റ്റോയെ കൂട്ടുപിടിക്കുമോ എന്നും പറയാനാവില്ല. എന്തായാലും മറ്റു വിശദീകരണങ്ങളൊന്നുമില്ലാതെ ക്രിപ്റ്റോ ഇന്ത്യയും നിയമവിധേയമാക്കുമെന്ന സൂചന തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്.